ഈജിപ്തിൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി മേഖലയിൽ ഇന്ത്യയിൽ നിന്നുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരേ ഒരു ഓഫീസ് എജൂസോൻ്റെതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദേശത്തേക്ക് സ്റ്റുഡൻസിനെ അയക്കുന്ന സമയത്ത് ഈജിപ്ത് എന്നല്ല ഏത് കൺട്രിയിലേക്കാണെങ്കിലും ഒരു ഏജൻസിയെ നിങ്ങളുടെ സ്റ്റുഡൻറ്റിനെ നിങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുന്ന സമയത്ത് ആ ഏജൻസിയുടെ ആ കൺട്രിയിലുള്ള അവരുടെ ഇൻഫ്ലുവൻസ്, ഈവൻ ഓഫീസായിക്കോട്ടെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള റിലേഷൻ ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഈജിപ്തിൽ കൈറോയിലെത്തി. ഇവിടെ നമ്മുടെ സ്റ്റുഡൻസ് പേര് കുറേ മീറ്റിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയ സമയത്ത് അവിടുന്ന് ഒരു സ്റ്റുഡൻറ്റിനെ മീറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ആക്ച്വലി ലാസ്റ്റ് ഇയർ നമ്മുടെ അടുത്ത് വന്ന സ്റ്റുഡൻ്റാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ അവർ നമ്മളിൽ നിന്ന് സ്കിപ്പായി. ക്യാമ്പസിൽ വെച്ച് ആ സ്റ്റുഡൻറ്റിനെ കണ്ട സമയത്ത് ഞാൻ ആ കുട്ടിയെടുത്ത് ചോദിച്ചു, എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, അവർ മറ്റൊരു ഏജൻസി ത്രൂ വന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത ഫീസും അവരും തമ്മിൽ ഏകദേശം $500 $750 ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്ത് എജൂസോണിനെ സ്കിപ്പ് ചെയ്ത് മറ്റൊരു ത്രൂ വന്നതെന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടി പറയുകയാണ്, നമുക്ക് ആ 500-750 നമ്മൾ അതിൽ ലാഭം നോക്കിയത് കൊണ്ട് അവർ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഈ അപ്പാർട്ട്മെൻറ്റ് സെർച്ച് ചെയ്യുന്നതിലാണെങ്കിലും രജിസ്ട്രേഷൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും അത് ഒരു പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ സ്റ്റുഡൻറ്റിനെ അയക്കുന്ന സമയത്ത് ആ ഒരു മോണിറ്ററി ബെനിഫിറ്റ് അല്ല നിങ്ങൾ നോക്കേണ്ടത്. ആ ഏജൻസി ത്രൂ പോയാൽ അവിടെ അവർക്ക് നമ്മുടെ സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് എന്തൊക്കെ ഇതാണ് അവർ ത്രൂ കിട്ടുക, സർവീസ് എന്തൊക്കെയാണ് കിട്ടുക, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ എജൂസോണിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിൽ നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് സ്റ്റുഡൻറ്റിനെ ഈജിപ്തിലേക്ക് പറഞ്ഞയച്ചത് എജൂസോണാണ്. അറ്റ് പ്രസൻറ്റ് ഏകദേശം 400ഓളം പിള്ളേർ ഇപ്പോൾ എജൂസോണിന് കൈറോ, ഐൻ ഷംസ്, അലക്സാണ്ട്രിയ, നഹദ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികളായിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എജൂസോൺ എന്ന് പറയുന്ന കമ്പനി 20 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ളതാണ്. മറ്റുള്ള ഈ ഫീൽഡ് മീൻസ് മെഡിക്കൽ. എജൂസോൺ എന്ന് പറയുമ്പോൾ വിദേശ മെഡിക്കൽ പഠന രംഗത്ത് മാത്രം. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എജൂസോണിൻ്റെ ഒരു നിങ്ങളൊരു ഫീഡ്ബാക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈവൻ നെറ്റിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ കയറി കഴിഞ്ഞാൽ അവർ ത്രൂ പോയി ഒത്തിരി ഡോക്ടേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സാറ്റിസ്ഫൈഡ് ഡോക്ടേഴ്സാണ്. ജസ്റ്റ് MBBS പഠിച്ച് ഇറങ്ങിയതല്ല. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ തന്നെ നാട്ടിൽ വന്ന് FMG ക്ലിയർ ചെയ്ത ഡോക്ടേഴ്സ് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ വിദേശത്തേക്ക് അയക്കുന്ന സമയത്ത് ഈജിപ്ത് ആയിക്കോട്ടെ, മറ്റേ ഉസ്ബെക്കിസ്ഥാൻ ആയിക്കോട്ടെ, ഈവൻ പോളണ്ട്, ഏത് കൺട്രി ആണെങ്കിലും അവിടത്തേക്ക് നമ്മൾ സ്റ്റുഡൻറ്റിനെ ഒരു ഏജൻസി ഏൽപ്പിക്കുമ്പോൾ അവരും ആ കൺട്രിയും തമ്മിൽ ഇൻഫ്ലുവൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എത്തിയ ശേഷം ഒത്തിരി പിള്ളേരെ, ഇപ്പോൾ ഈജിപ്തിൻ്റെ കേസ് തന്നെ പറയാം. കാരണം ഈജിപ്തിൽ തന്നെ പല ആളുകൾ ത്രൂ വന്ന കുട്ടികൾക്കും ഇവിടെ എത്തിയ ശേഷമുള്ള സർവീസ് എജൂസോണാണ് നൽകേണ്ടി വരുന്നത്. ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ എല്ലാം എജൂസോണെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ഓഫീസുണ്ട്. നമ്മുടെ ഒരു പാർട്ട്ണർ ഓൾറെഡി ഇവിടെ സെറ്റിലാണ്. പുള്ളിയുടെ വൈഫ് എല്ലാ ഫാമിലി മൊത്തം ഇവിടെ സെറ്റിലാണ്. അപ്പോൾ സ്റ്റുഡൻസിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും, ഈവൻ ഗേൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസോ എന്ത് വേണമെങ്കിലും അവർ കൂടെ ഉണ്ട് എന്നതാണ് എജൂസോണിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈജിപ്തിൽ ആരെങ്കിലും MBBS പഠനത്തിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എജൂസോണുമായി കോൺടാക്ട് ചെയ്യുക. ഈജിപ്ത് എന്നല്ല, ഏത് വിദേശ മെഡിക്കൽ കൺട്രിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും എജൂസോണുമായിട്ട് ഒരു ഡിസ്കഷൻ വെച്ച് പ്രോഗ്രാമിനെ പറ്റിയും കൺട്രിയെ പറ്റിയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും വിദേശത്തെ മെഡിക്കൽ പഠനം, എസ്പെഷ്യലി ഈജിപ്ത് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എജൂസോണുമായി ബന്ധപ്പെടുക. ഓക്കെ, ബൈ.